ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. അവളോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി കേട്ടോ. രാവിലെ ഇതിൽ നിന്ന് എണീക്കുന്നില്ല, ഇത് വിടടാ എന്ന് പറഞ്ഞിട്ട് അവൻ എണീക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പൊന്നു ഇതങ്ങോട്ട് മാറ്റിയേ മമ്മ മടക്കട്ടെ. ഇതിൽ നിന്ന് എണീക്കുന്നില്ല, തണുപ്പായുണ്ട്. ഭയങ്കര തണുപ്പ് കേട്ടോ ഫ്രണ്ട്സ്, ഭയങ്കര തണുപ്പ്. കണ്ടോ എന്താണ് എൻ്റെ പൊന്നെ, എന്തുവാ സ്നേഹം. ഇതങ്ങോട്ട് ഇതെടുക്കട്ടെ മമ്മ, ഇതെടുക്കട്ടെ. എടുക്കാൻ സമ്മതിക്കുന്നില്ല അവൻ. അവന് തണുത്തിട്ട് പുതച്ച് മൂടി കിടക്കാൻ. കളിക്കാൻ, പിന്നെയും കളിക്കാൻ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഞാനും ഇരുന്നാൽ ഇങ്ങനെയാണ്. അടുക്കളയിൽ പണി ചെയ്യാൻ പാടില്ല, അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കണം. കുറേ അരമണിക്കൂർ കൊണ്ട് പറയുന്നത് എന്നേ നീക്കടാ, ഇത് മടക്കട്ടേടാ, ഇത് മടക്കട്ടേടാ. നമ്മൾ കേൾക്കുന്നില്ല. കിടക്കണം അവന്, കിടക്കരാമൻ സുഖലോലുവൻ. ഇന്ന് വിളിച്ച് കൂവുന്നത് ഇവിടെ ആരാ ഉള്ളേ? ഡാഡി കടയിൽ പോയാ? ഓയ് ശരി, മോനെ നിർത്തിയിട്ട് കടയിൽ പോയാ ഡാഡി? അതാണ് കാര്യം. വഴി കൂടെ ആൾക്കാരെ വിടത്തില്ല. നീ ദുക്കാൻ മേ ഗയ ഡാഡി, ദുക്കാൻ മേ ഗയ. അങ്കിളിനോട് വർത്താനം പറയുന്ന. അതെ കണ്ടോ, കണ്ടോ. কালু এটা ভালো, ও বড়াওয়ালা কুকুর না, ওটা ভাজি, এটা ভালো। এই কালু, ছোটা কালু আননি, এই দোস্ত আছে কালু। স্কুবি को देखीছে তুমি? ও ഇരുന്നേ ചാടുന്നൊക്കെ ചാടുന്നെന്താ? ഓ എന്തുവാ വർത്താനം പറയുന്നേ? കല്ലുവോ? अरे 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 अंकल डाकছি তো তুমি, ডাক ডাক, যাও যাও যাও। এদিকে এদিকে পণ্য আর দেবি। ഡാഡി আসছি তো। എന്താ പുറത്തെ കാഴ്ച, പുറത്ത് കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. കല്ലു കല്ലു কি হয়ে গেছে? কি ഭ്രാന്ത് പിടിച്ചോളി ഓടുന്നത് എന്താണ്? കാലുവിനെ കണ്ടപ്പാ കണ്ടോ, കയറിയത് കണ്ടോ ഒച്ചെടുത്തപ്പാ. ആ കാലുവിനെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചോളി ഓടുന്നത്. കാലുവിനെ കണ്ടിട്ട് കാലിനെ നോക്കണേ. ഇങ്ങോട്ട് വാ, കാല് ദേ ഇവിടെ ഇരിപ്പുണ്ട്, ദേ അവിടെ ഇരിപ്പുണ്ട്. കാലിനോട് വർത്താനം പറയാ കേട്ടാ. കാലിനോട് വർത്താനം പറ പോയിന്, കാലിനോട് വർത്താനം പറ. എന്നാൽ കാലു ഇഞ്ചക്ഷൻ ചെയ്യുന്നില്ലല്ലോ, അവൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ ഒളിഞ്ഞ് നോക്കണം കേട്ടോ, താഴെ വരാൻ മടിച്ച്. കാലു ദേ കാലു ഇവിടെ ഇരിപ്പുണ്ട്, ദേ കാലു ഇവിടെ ഇരിപ്പുണ്ട്. പാവം. ചോറായിട്ടില്ല, ചോറാകട്ടെ തരാട്ടാ. അച്ഛൻ മുട്ട കൊണ്ടുവന്നീ പൊന്നിനെ. ചോറാകട്ടെ കേട്ടാ, തരാം. ചോറ് വെന്തിട്ടില്ലടാ, മണി 9 ആയുള്ളൂ. ചോറ് അടുപ്പത്താണ്, ചൂടാറട്ടെ, തരാം നിനക്ക് കേട്ടാ. ഇറച്ചിയും ചോറും തരാം, ഇറച്ചി ചോറ്. നീ ഇവിടെ ഇരുന്നോ, এদিকে বসো, কোথায় যাবে না, বেরিয়ে যাবে না, ঠিক আছে? চাവলটা সিদ্ধ এনে ദോ দেবে। അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നത് ഇവിടെ ഇരിപ്പുണ്ടാ മുട്ട. അമ്മ തരാം കേട്ടാ, വൈകുന്നേരം പുഴുങ്ങിത്തരാം. ഇപ്പോൾ ചിക്കനും ചോറൊക്കെ കഴിക്കണ്ടേ? എവിടെ പൊന്നോ? ഇത് കാലുവിന് കൊടുക്കട്ടെ മാമ, ഈ മുട്ട കാലുവിന് കൊടുക്കട്ടെ. കാലുവിന് കൊടുക്കട്ടെ, കാലുവിന് കൊടുക്കട്ടെ. പാവമല്ലേ കാലുവിന് ചോറ് കൊടുക്കട്ടാ. മോൻ്റെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇന്നത്തെ ഫുഡും കൂടെ കാണിച്ചിടാം. പെട്ടെന്ന് ഉണ്ടാക്കുക, ചോറായി കേട്ടോ. മോൻ്റെ ചിക്കനും ചോറും കിടന്ന് വേഗം ആ കാലുവിനും കൂടെ. കാല് കുറച്ചേ കഴിക്കുള്ളേ. ഇത് മോൻ്റെ ചിക്കനും ചോറാണേ. അവൻ്റെതുമായി അവൻ്റെത് ഇരുന്നുകൊണ്ട് വേഗുന്നുണ്ട്. മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട്. കാലൂരോട് ഞാൻ അവിടെ ഇരിക്കാൻ ബംഗാളി പറഞ്ഞിട്ടുണ്ട്. അവൻ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇത് തണുത്തിട്ട് അവനും കൊണ്ടുവന്ന് കൊടുക്കണം.
ഇന്നത്തെ റൊട്ടി ഒരുപാട് കിടക്കുന്നു, അതൊന്ന് ബട്ടർ ഇട്ട് ചൂടാക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാലേ അവനില്ല, ദീപക്കില്ല കേട്ടോ. 4-5 ദിവസം ദീപക്ക് പനിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ് കഴുകി ഉരുളക്കിഴങ്ങ് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് നല്ലവണ്ണം വെന്തതിന് ശേഷം ഒന്ന് മാഷാക്കി എടുക്കും കേട്ടോ. ഇവിടുത്തെ ബംഗാളി പറഞ്ഞ അളു ചൊക്കയും ഇന്ന് ദാല് പരിപ്പ്. മോൻ പറഞ്ഞ് അതൊക്കെ മതി. അപ്പോൾ അവർ പിള്ളേരൊക്കെ 2-3 ദിവസം ചിക്കൻ കഴിച്ചിട്ട് അവർക്ക് മതിയായി. നാളെ സൺഡേ, അപ്പോൾ എന്തെങ്കിലും മട്ടനോ ചിക്കനോ മീനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഞങ്ങൾ അളു ചൊക്കയും ദാലും മാത്രം കേട്ടോ. പിന്നെ ഇന്നലത്തെ കറിയൊക്കെ കിടപ്പുണ്ട്, വൻപയറും അതൊക്കെ ഒത്തിരി, ചച്ചുടിയൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് വേവിക്കട്ടെ. അളിച്ചൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു തരാം. ചിലവർ ടൊമാറ്റോ ഇട്ടുണ്ടാക്കും, ചിലവർ ടൊമാറ്റോ ഇടാതെ ഉണ്ടാക്കും. മഞ്ഞപ്പത്തം മേടിച്ച് വെച്ചിട്ടുണ്ട്, കഴുകിയിട്ട് ഒന്ന് ഡാലിലും ഒന്ന് അളിച്ചൊക്കയിലൊക്കെ ഇടും. ബട്ടറൊക്കെ ഇട്ടിട്ട് അളിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് പോയി അധികം പാത്രങ്ങൾ നമുക്ക് എടുക്കേണ്ട, ദീപക്കില്ലല്ലോ, പാത്രവും എല്ലാം പണിയത് എനിക്ക് വയ്യ ഫ്രണ്ട്സ്. പരിപ്പ് കറിക്ക് ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ടു, വറുത്തിട്ടാണ് പരിപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഒന്ന് തോരപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വറുതാളെന്ന് പറയും. ഞാനതൊന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ പതപ്പൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് കഴുകണം. ആ പത പോലെ ഒരു കറയുണ്ട്, അതങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് കറിക്ക്. ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഭക്ഷണം കഴിക്കാൻ വരാൻ പറ അവളോട്. ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി റോഡിൽ. കല്ലുവോ ഭോജ, ഭോജയെ വിളിക്കുന്നത് അവൻ. ഫ്രണ്ട്സ്, ഇതൊന്ന് വേകാൻ വേണ്ടി ഞാൻ അവൻ്റെ പിറകെ പോയി കേട്ടോ. അപ്പോൾ അവൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ചേർക്കണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ചൂടോടെ മാഷ് ചെയ്യണം കേട്ടോ. മാഷ് ചെയ്യുന്നത് ഇതില്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ വെച്ച് ചെയ്താൽ, അതിൽ ഞാനൊരു ഇച്ചിരി കാശ്മീരി ഇതും ബട്ടർ, 1 ടീസ്പൂൺ ബട്ടർ, പച്ച കടുകെണ്ണ കേട്ടോ. അപ്പോൾ ബട്ടർ ഇടുമ്പോൾ നമ്മൾ ഉപ്പ് എപ്പോഴും കുറച്ച് ഇടാവേ. കടുകെണ്ണ ഞാൻ പച്ചയ്ക്ക് ഒഴിച്ച്, അതുകൂടാതെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ട് ഇനി ഞാൻ ഒന്നും കൂടെ അത് മാഷ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കും കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ്, മുളക് പൊടി വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ, ഞാൻ ഇട്ടതേ ഉള്ളൂ. പിന്നെ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഇച്ചിരി ടൊമാറ്റോ ബാക്കി പരിപ്പിലാണ് കേട്ടോ. ഇച്ചിരി ചില്ലി, നമ്മുടെ പച്ചമുളക് പരിപ്പിന് ഞാൻ ഇത്ര എടുക്കുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി കൂടുതലെടുക്കും. സവാളയും പരിപ്പിനും ഇതിനും കൂടെയാണ് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും കൂടെ ഞാൻ കടുകെണ്ണയിൽ എന്നിട്ട് നല്ലവണ്ണം മൂപ്പിക്കും. കൊല്ലമുളകും കരിഞ്ജീരകവും ഇട്ട് കേട്ടോ. അപ്പോൾ ഈ പാഞ്ച് ഫോറനും ജീരകവും വേൽപ്പത്ത തേജ്പത്തയൊക്കെ നമ്മൾ ഇടുന്നത് പരിപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഇട്ടുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ചേ ഇടാം. എന്നിട്ട് നല്ലവണ്ണം മാഷ് ചെയ്ത് നല്ല ഉണ്ടയാക്കി എടുക്കുക. അപ്പോൾ പലരും പല വിധത്തിൽ, ബീഹാറികൾ വേറെ തരത്തിൽ, ബംഗാളികൾ വേറെ തരത്തിൽ, അങ്ങനെയൊക്കെയാണ്. തട്ക അവരോരോ ഇഷ്ടം പോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അളുചൊക്കയാണിത്, തട്കയല്ല അളുചൊക്ക, തട്കയല്ല കേട്ടോ, അളുചൊക്കയാണ്. ഞാൻ പച്ച കടുകെണ്ണ ഞാൻ ഒഴിച്ചതാണ്, ഇച്ചിരിയും കൂടെ ഒഴിച്ചു. കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, തോന്നുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അളുചൊക്കയ്ക്ക്. ഉരുളക്കിഴങ്ങിൻ്റെ ഇതിൽ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ ഇച്ചിരി കടുകെണ്ണ ഒഴിച്ച്, ഇത് കടുകെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കടുകെണ്ണ ഇട്ടു, ഇത്തിരി അടി പിടിച്ച് പോയി കേട്ടോ. ഞാൻ ഇതും വെച്ചിട്ടൊരു സ്ഥലത്ത് പോയപ്പോൾ കടുകെണ്ണ ഇട്ടിട്ട് കറുത്ത ജീരകം, ഒരു നുണ്ണ ജീരകം കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കൊല്ലമുളക് ഇടുന്നു. കൊല്ലമുളകൊക്കെ വേണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫോണാണെങ്കിലേ ഞാൻ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഹൗറ സ്റ്റേഷൻ വരെയൊക്കെ പടപടപടാന്ന് പോകും. ചില സമയമാണെങ്കിൽ സ്ട്രക്കായി പോകുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുക. അതുകൊണ്ട് മോളെ എനിക്കൊരു നല്ല ഫോൺ തരും കേട്ടോ. ഒരാഴ്ച കഴിയും. അത് പിന്നെ എല്ലാം അവിടെ സെറ്റിങ്സൊക്കെ ആക്കി എടുക്കണം. അത് നല്ലതാണ്, ഒന്ന് ചുവന്ന കളറായി വരട്ടെ. അപ്പോഴത്തേക്ക് പരിപ്പൊക്കെ വെന്തു കണ്ടോ, ഈ ഒരു രീതിയായി. ഞാൻ നല്ലെണ്ണം വേവിച്ചെടുത്തു. ഇല്ലെങ്കിൽ കടകോലിട്ട് ചിലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം, എന്നാലും ഒരു രസം ഉണ്ടാവുള്ളൂ കണ്ടോ. എന്നിട്ട് ഞാൻ തേജ്പത്തയും പാഞ്ചഫോറിനും ഇച്ചിരി ജീരകവും കായം, ഒരു നുള്ളു കായം, ഒരു ഇച്ചിരി മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം, ഇല്ലാത്തവർ ഇടില്ല. കടുകെണ്ണയിൽ തന്നെ ഇടും. എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അളുചൊക്കയായി. ചിലവരുണ്ടല്ലോ ഈ കളറ്, ഞാനൊരു ഇത്തിരി കളറിന് വേണ്ടി ഇട്ടതെന്നേ ഉള്ളൂ കേട്ടോ. കഴിക്കുകയൊന്നുമില്ല, കടുകെണ്ണ പച്ചക്ക് ഒഴിച്ചൊന്നും പറഞ്ഞിട്ട് കഴിക്കുകയൊന്നുമില്ല. അതിൽ ഞാൻ 1 ടീസ്പൂൺ
ബട്ടറും കൂടെ ഇട്ട്. ചിലവർ വെള്ള കളറിൽ, അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അങ്ങനെയും മാഷ് ചെയ്ത് എടുത്തിട്ട് ഇച്ചിരി സവാളയും പച്ചമുളകും കൊല്ലമുളക് വേണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇത്. എന്നിട്ട് ഞാൻ ഇത്തിരി ഇതായിട്ട് ഉണ്ട ഉരുട്ടി വെക്കും. ഇതാണ് അളിച്ചൊക്ക എന്ന് പറയുന്നത് കേട്ടോ. അളിച്ചൊക്കയൊക്കെ പലരും പല വിധത്തിലാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ ഡാലുണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ ഒരു ചീനച്ചട്ടി തന്നെ വെച്ചു കേട്ടോ. വച്ചിട്ട് തന്നെ ദേ കടുകെണ്ണ ഇട്ടു, കാല ജീരകം ഇട്ടു, കറുത്ത ജീരകം ഇട്ടു, പാഞ്ചുഫോറന ഇട്ടു, സവാള ഇട്ടു, സൂലങ്ക ഇട്ടു, തേജ്പത്ത ഇട്ടു. ചിലവരൊക്കെ ഇവിടുത്തെ ബംഗാളികൾ ഒത്തിരി പഞ്ചസാരയും ശർക്കരയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അത് ഒത്തിരി പഞ്ചസാര, ഞാനതൊന്നും ഇടില്ല. കായം ഇടണം, മെയിൻ ഇച്ചിരി കായം ഇടണം. എന്നിട്ട് അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ചീനച്ചട്ടി ഒരു കുക്കറും എനിക്ക് കഴുകിയാൽ മതി ഫ്രണ്ട്സ്. എന്താണെന്നറിയാമോ, 4 ദിവസമായപ്പോൾ വന്നിട്ട് നമ്മൾ ഒരു പണിയല്ലല്ലോ, എല്ലാ പണിയും ഞാൻ. അതേപ്പോൾ ഇനി അവൻ്റെ ചോറ് വച്ചിരിക്കുന്ന തണുക്കാൻ അവന് ചോറ് കൊടുത്ത് അവനെ തുടച്ചെടുത്ത് അവനെല്ലാം ചെയ്യണം. ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്, ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, മോള് ഇന്നലെ രാത്രി വന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല പണി, അലക്കും മെഴുക്കിയും താഴത്തെ ഫ്ലാറ്റുകൾ അടിച്ചു പാരലും വിളക്കത്തിക്കലും എല്ലാം ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദന കൂടുന്നു. പിന്നെ ഞാൻ പോവും, ഞാൻ കൊട്ടക്കലി പോവും. രാവിലെ പോകാൻ സമയം കിട്ടില്ല, എനിക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായി. അപ്പോൾ അത് കാരണം പോകാൻ സമയമില്ല. 4 മണിയാകുമ്പോൾ പോവും. അവിടെ 4:30 തുറക്കും, 6 മണിക്ക് പൂട്ടും. അപ്പോൾ ഇതേ പരിപ്പിടാൻ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വ്യൂവേഴ്സ് കുറവാണ്, ഈ ഡെയിലി കാണുന്നവരെ കാണുന്നുള്ളൂ കേട്ടോ. അങ്ങനെയല്ല, എല്ലാവരും ഒന്ന് കാണുക. ഈ തിരക്കിൻ്റെ ഇടയിൽ എന്ത് കഷ്ടപ്പെട്ട് എനിക്കറിയാവുന്നുള്ള രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നു, തംബ്നെയിൽ കൊടുക്കുന്നു കേട്ടോ. ഈ ചെറിയ യൂട്യൂബറെയൊക്കെ ഒന്ന് നിങ്ങളുടെ യൂട്യൂബറുടെ വീഡിയോ ഒക്കെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഡാലായി, പരിപ്പായി. ഇങ്ങനെ പരിപ്പ് വെച്ചാലേ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ അളിച്ചൊക്കയുടെ കൂടെ പരിപ്പാണ് കേട്ടോ. അപ്പോൾ അളിച്ചൊക്കയായി. അപ്പോൾ ഇച്ചിരി ബട്ടറും ഇട്ട അളിച്ചൊക്കയും നെയ്യിട്ട ഡാലും. ഇത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടു, പിന്നെ ഒരു ടീസ്പൂൺ ഇടുന്ന നെയ്യ്. ഇത് കണ്ടോ, കടുകെണ്ണയിലാണ് ഞാൻ വെച്ചെങ്കിൽ നെയ്യ് ഇടണം കേട്ടോ. അപ്പോൾ നെയ്യിട്ട് ഇത് ചൂടാക്കി കഴിക്കണം. ഇപ്പോൾ ഇത് തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്തിരുന്നാലും പിള്ളേർ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിക്കോളും. പാലിച്ചൊക്കെയായി. അതിൻ്റെ കൂടെ ഞാനിത് കുറച്ച് കൊത്തമല്ലി ഇല ഇടുന്നു. ഇതിൽ ഞാൻ ഒരുപാട് ഇടൂല കേട്ടോ, കുറച്ച് ഇടുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മക്കൾ പെട്ടെന്ന് കഴിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആകേണ്ടതും അധികം പാത്രങ്ങളും ചിലവില്ല. അപ്പോൾ എനിക്ക് 2-3 പാത്രം, ഒരു കുക്കർ ഇത് കഴുകിയാൽ മതി. പണിക്കാരനില്ലാത്തപ്പോൾ. അതുമല്ല, ശനിയാഴ്ച നമ്മൾ പച്ചക്കറിയാണല്ലോ, അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. അതും വെച്ചു. പിന്നെ ഈ കൊത്തമല്ലി ചമ്മന്തിയൊക്കെ ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം, പല വിധത്തിലുണ്ടാക്കും കേട്ടോ. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വളവള പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതുപോലെയൊക്കെ ആലോചിച്ചൊക്കെയും ഗീ ഡാലും ഒക്കെ വെച്ച് ഒന്ന് എല്ലാവരും പരീക്ഷിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.